മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം തോന്നുന്നു. SFI രേഖകൾ പരിശോധിച്ച ശേഷം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകും. ശ്രീകാന്ത്, എന്താണ് ഒരു ECIR ഒക്കെ നേരത്തെ എന്തോ ഇടുന്നതിനെ പറ്റി ആലോചനയൊക്കെ ഉണ്ടായിരുന്നാണല്ലോ. അപ്പൊ ഇഡി കൂടി സജീവമായി കളത്തിലേക്ക് SFIക്ക് പിന്നാലെ വാല് പിടിച്ചിറങ്ങാണോ? ഹഷ്മി, 2024 മാർച്ച് 26 മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമായിരുന്നു ECIR രജിസ്റ്റർ ചെയ്തത്. ആ വാർത്ത ആദ്യം നൽകിയത് 24 ആണ്. അതായത് ഏതാണ്ട് ഒരു വർഷം മുൻപ് 24 ആ വാർത്ത നൽകിയിരുന്നു. അതായത് ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന്. അതിനാൽ തന്നെ ഇനി ഇഡിക്കൊരു ECIR രജിസ്റ്റർ ചെയ്യേണ്ടതായ കാര്യമില്ല. ഇതിന്റെ തുടർ നടപടിയുമായി മുന്നോട്ട് പോയാൽ മതി. 3 ദിവസം മുൻപ് നമ്മൾ മറ്റൊരു വാർത്ത കൂടി നൽകിയിരുന്നു. അതായത് SFIയോട് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ, വിശദാംശങ്ങൾ ഇഡി തേടിയിരിക്കുന്നു എന്നുള്ളത്. ഈ കേസ് അന്വേഷണം ഔദ്യോഗികമായി അവർക്ക് തുടങ്ങാൻ വേണ്ടി, അത് വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടിയാണ് രേഖകൾ തേടിയത് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇന്നിപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ട് മറ്റുള്ളവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരുടെ ഉദ്ദേശം, ഇഡിയുടെ ഉദ്ദേശം ഇപ്രകാരമാണ്: ഈ SFIO രേഖകൾ ഒഫീഷ്യലി ചോദിച്ചത് കിട്ടി, അത് വിലയിരുത്തിയ ശേഷം വീണ വിജയന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകും. ഇഡി ആസ്ഥാനത്തെത്തി ചോദ്യം ചെയ്യലിന് വീണ വിജയൻ വിധേയയാകേണ്ടി വരും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തതിനാൽ അവർക്ക് കൃത്യമായ രേഖകളും മറുപടികളും ഒക്കെ തന്നെ നൽകേണ്ടി വരും. സെക്ഷൻ 447 പ്രകാരം ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇതിനോടകം തന്നെയുണ്ട്. മുൻപും നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് സെക്ഷൻ 447 പ്രകാരം SFIO കേസെടുത്തതിനാൽ ECIR ഇടുന്നതിന് തടസ്സമില്ല എന്നാണ്. കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അക്കാര്യം കൃത്യമാകുകയും ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 447 വന്നിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്, പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട്. അതിനാൽ ECIR നിലനിൽക്കും. PMLA പ്രകാരമിട്ട ആ കേസ്, ഇഡിയുടെ കേസ് നിലനിൽക്കും. അവർക്കതുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഇനിയുള്ളത് സമൻസ് അയച്ച് വിളിക്കുക, ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ രേഖകൾ പരിശോധിച്ച് വൈകാതെ ഉണ്ടാകും, 1 മാസത്തിനകം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും SFIOയിൽ മാത്രം ഇത് ഒതുങ്ങില്ല, ഇഡിയിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു.